എൻ്റെ ശരീരം എന്നുള്ളത് എൻ്റെ പൂർവികരുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ മൂക്ക്, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ്, കയ്യിൻ്റെ നീളം, കാലിൻ്റെ നീളം എല്ലാം നമ്മുടെ പൂർവികരുടെ DNA ആണ് ശരിക്കത്. ഇത് DNA പേരാണ്. തൊട വണ്ണുള്ള പുരുഷന്മാരെ കണ്ടാൽ നമുക്ക് വലിയൊരു ആവേശമായിരുന്നു. അതുപോലെ ആവണം. പുരുഷന്മാരുടെ കാലിനോടാണ് എനിക്ക് വലിയ താല്പര്യം. ഈ ഹനുമാൻ സ്വാമിയുടെ മെയിൻ സാധനം അതാണല്ലോ, നഗ്നമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ 2 തൊടകൾ. അതൊരു വീരത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ ജിമ്മിലൊക്കെ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്ത കാലിനാണ്. നമുക്ക് പറയില്ലേ, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മൾ ദർശനം കിട്ടിയെന്നൊക്കെ ചില ആൾക്കാർ കരയുന്നില്ല. എനിക്ക് പണ്ടത് കോമഡിയായിരുന്നു. എൻ്റെ അമ്മ കരയാണ് ഞാൻ കണ്ടിട്ടില്ല. അപ്പുറത്തെ വീട്ടിലത്തെ അനീഷും നിതീഷും അശോകൻ്റെ മക്കളൊക്കെ നല്ല രീതിയിലായി. ഇവിടെ ദിനേശ് ഏട്ടൻ്റെ മകൻ മാത്രം ഒന്നും ആവാതെ നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ആ വിഷമം അമ്മയ്ക്ക് അച്ഛനുണ്ട്. 6ാം ക്ലാസ്സിലൊരു ടീച്ചർ എന്നെ ബോർഡിൽ കൊണ്ടുപോയിട്ട് എന്തോ ഒരു സാധനം ചെയ്യിച്ചിട്ട് നാണം കെടുത്തി. സിമ്പിളായിരിക്കും ചിലപ്പോൾ, പക്ഷേ മുപ്പത്തിയാറ് എന്നെ 4 മുമ്പ് നാണം കെടുത്തോട്ട് കണക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വെറുപ്പാണ്. പരികർമ്മി എന്ന് പറയുന്നത് കർമ്മിയുടെ പകുതിയാണ് അവൻ ചെയ്ത് വെച്ചതിലൂടെയാണ് കർമ്മി സഞ്ചരിക്കുള്ളൂ. അവസാനമൊക്കെ എൻ്റെ ഗുരുനാഥൻ, ഞാൻ പത്മട്ടോർത്തൊക്കെ പോകാൻ തുടങ്ങി. എനിക്ക് അഭിമാനമായിരുന്നു. കുറച്ച് കുഴപ്പക്കാരനായി മാന്ത്രികൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആജീവനാന്ത കാലം അവൻ്റെ അടിമയാണ്. പിന്നെ അവൻ തരുന്ന ട്രോമ ഒരിക്കലും തിരിച്ചു വരില്ല. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആധുനിക കാലഘട്ടത്തിൽ എന്തെങ്കിലും മാനസിക പ്രശ്നം വന്നാൽ ഡോക്ടർക്ക് പോകുക തന്നെ നല്ലത്. അതുപോലെ ആകാംക്ഷ സഹിക്കാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. ആകാംക്ഷ നമ്മളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് ആകാംക്ഷ. ഒരു മനുഷ്യനെ പുറമേ നിന്ന് ഒരാൾക്ക് അധികം ഉപദ്രവിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന അഹങ്കാരം, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ഭയം, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ആകാംക്ഷയൊക്കെയാണ് നമ്മളെല്ലാം കൊണ്ട് നശിപ്പിച്ച് കളയുന്നത്.